പല ക്ലാസ്സുകളിലും നമുക്ക് നമ്മളെങ്ങനെ പഠിച്ചു പോകണം, എങ്ങനെയാണ് നമ്മളത് പഠിക്കേണ്ടത്, ഏത് രീതിക്ക് പഠിക്കണം എന്നുള്ളതൊക്കെ സാറ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഗവൺമെൻറ് ജോലിയിലേക്ക് കയറാൻ പറ്റും. അങ്ങനെ എനിക്ക് വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാനും കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. ഞാനെപ്പോഴും ഇയർഫോൺ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് സാറ് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണ് യൂട്യൂബിൽ നമ്മൾ ക്ലാസ്സിൻ്റെ ഇത് സ്പീഡ് കൂട്ടിയിട്ടിട്ട് നിങ്ങൾക്ക് കേട്ട് കേട്ട് പഠിക്കാമെന്ന്. ഞാൻ അങ്ങനെ ഒരു മെത്തേഡ് എനിക്ക് സ്യൂട്ടാണെന്ന് തോന്നി, ഇരുന്ന് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ പലപ്പോഴും വീട്ടിലെ പണികളുടെ ഇടയിലൊക്കെ ഞാൻ സാറിൻ്റെ യൂട്യൂബ് ക്ലാസ്സും സാർ അയച്ചു തരുന്ന വോയിസ് നോട്ടും ഒക്കെ സാറ് പറയുന്ന പോലെ ആ സ്പീഡിലിട്ട് കേട്ടാണ് ഞാൻ പഠിച്ചത്. അതുപോലെ സാറ് എക്സാമൊക്കെ ഇടുമായിരുന്നു, എങ്ങനെ നമ്മൾ PSCയിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് സാറ് പറഞ്ഞു തരുമായിരുന്നു. അതുപോലെയൊക്കെ ചെയ്ത് പഠിച്ചിട്ട് തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ജോലിക്ക് കയറി 1 ഇയർ കഴിഞ്ഞു. തീർച്ചയായും സാറ് പറയുന്നത് പോലെ കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മാർക്കോടുകൂടി നല്ലൊരു റാങ്കിൽ തന്നെ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. സാറിൻ്റെ ക്ലാസ്സും നല്ല ക്ലാസ്സാണ്. എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു ക്ലാസ്സും കൂടിയാണ് സാറിൻ്റെ ക്ലാസ്. ഏറ്റവും നല്ലൊരു ഇതെന്താണെന്ന് വെച്ചാൽ സാറ് തന്നെയാണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. അത് ഇടയിൽ വെച്ച് ചേഞ്ച് ആവുകയും അങ്ങനെയൊന്നുമില്ല. ആ ഒരു എന്താ പറയുക, നമുക്കൊരു സപ്പോർട്ട് തന്നെയാണ് സാറ്. ഏത് നേരത്ത് വിളിച്ചാലും നോട്ട് മിസ്സായി കഴിഞ്ഞാലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചാലും ചോദിച്ചാലും ഒക്കെ സാറ് ഇപ്പം റെസ്പോണ്ട് ചെയ്യും. അതുപോലെ എനിക്ക് സാറിനെ കാണാൻ സാധിച്ചു, അതും എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷ എഴുതാൻ പോയപ്പോഴും സാറിനെ കാണാൻ സാധിച്ചു. എപ്പോഴും പോസിറ്റീവ് മൈൻഡായിട്ടുള്ള സാറാണ്. സാറിൻ്റെ ക്ലാസ്സും നല്ല ക്ലാസ്സാണ്. അതുകൊണ്ട് സാറ് പറഞ്ഞ പോലെ തന്നെ പഠിക്കുക. സാറ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സാറ് ലാസ്റ്റ് ടൈമിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ ഒരു 99 ക്വസ്റ്റ്യൻസോളം സാറ് പറഞ്ഞു തന്നത് വന്നിട്ടുണ്ട് എക്സാമിന്. ഞങ്ങൾ എക്സാം കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യുമ്പോൾ വലിയൊരു സന്തോഷമാണ്, ഈ പഠിച്ചതൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും സാറ് പറയണ പോലെ എല്ലാവരും പഠിക്കുക. തീർച്ചയായും ഈ VCAN നഴ്സസ് അക്കാദമി സ്റ്റഡി ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ജോലി കിട്ടട്ടെ ആശംസിക്കുന്നു. അതുപോലെ സാർക്കും ഒരുപാട് താങ്ക്സ്.